ഹായ് നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നാത്തൂനും കുട്ടികളും ഹസ്ബൻഡൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ സൽക്കാരം വിളിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നത് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അളിയൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ തിരിച്ച് പോയി. ഇന്നലെ ബുധനാഴ്ച കേട്ടോ പോയത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരത്ത് ഇങ്ങനെ ചെറുപ്പശ്ശേരി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ കാറൽമണ്ണയാണ് കേട്ടോ സൗമ്യ ചേച്ചിൻ്റെ വീട്. സോമ ചേച്ചി എപ്പോഴും ചോദിക്കലുണ്ട് ചക്ക ആയോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ വീട്ടിൽ ചക്ക മൂത്തപ്പോൾ ചക്ക മാങ്ങയൊന്നും വെറുതെ വിടൂല. അപ്പോൾ അങ്ങനെ ചക്ക ആയപ്പോൾ പിന്നെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. ഏതായാലും പോണ വഴിയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി മന്തിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ചെന്നപ്പോൾ ഇതാ അവിടെ കാവൽക്കാർ രണ്ടാളാണ് കേട്ടോ. അവർ പേടിച്ച് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരടുത്തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ചക്കയാണെങ്കിലോ കവറിലൊന്നും കൊള്ളൂല്ല. വലിയൊരു സെഞ്ചിയിലൊക്കെ ഇട്ട് കെട്ടിയിട്ട് ആ തോതിയും ആനമങ്ങാട് ടൗണിൽ കൂടെ ഒക്കെ ഇട്ടാ ബൈക്കുമ്പോൾ പോയത്. ഞാൻ മുൻകാക്കുനോട് പറഞ്ഞ അവരെ ഹസ്ബൻഡിനെ അവിടെ പലചരക്ക് കട ഉണ്ട് പോണ വഴിയിൽ. എന്നാൽ അവിടെ ഏൽപ്പിച്ചാൽ മതി. പറഞ്ഞപ്പോൾ മുൻകാക്കുന് ഞാനും പിന്നെ ആല പോരണം. ചെന്നപ്പോൾ അതാ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. സോമി ചേച്ചി നട്ടുണ്ടാക്കിയതാണോ ഇനി കടയിൽ നിന്ന് കൊടുക്കുന്നത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായതാണോ എന്ന് അറിയൂല. അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കവറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇതാ കൊണ്ടാട്ടങ്ങൾ വേണം, അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ മുൻകാക്കുന് വിശേഷമായി. മുൻകാക്കുന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ അത്. അപ്പം ഞാനത് പേക്കാക്കണീനും കൈ പിടിക്കണീനൊക്കെ വേണ്ടാറിന് പോരായിരുന്നു കേട്ടോ. അപ്പോൾ മുൻകാക്കുനെ നിർബന്ധിച്ച് കൊടുത്തു സോമി ചേച്ചി. പിന്നെ മുൻകാക്കുന് തന്നെ സോമി ചേച്ചി ആയതുകൊണ്ടാണ് കേട്ടോ. സോമി ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ഇനി വാങ്ങാനും കൊണ്ടുവരാനൊന്നും മടിയില്ല കേട്ടോ. രണ്ടാൾക്കും പരസ്പരം അങ്ങനെ തന്നെയാണ്. പിന്നെ അതല്ല സോമി ചേച്ചി ഒറ്റക്കനുള്ള അവിടെ ഉണ്ടായിരുന്നത്. അവരെ ഹസ്ബൻഡും മോനൊക്കെ പുറത്ത് പോയിരുന്നു, അവർ കടയിൽ പോയിരുന്നു. പിന്നെ അമ്മ അവിടെ ഇല്ലായിരുന്നു. അമ്മ മകളെ വീട്ടിൽ എന്തോ വിരുന്ന് വയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ മടിയില്ലല്ലോ, അവർ ഒറ്റക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ വീട്ടിലെത്തി നോക്കുമ്പോൾ ചക്കപ്പൊരി പിന്നെ സോമി ചേച്ചി വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. ഒരു പൊട്ടി ചക്ക കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അതും ചെറുതായിട്ടൊന്ന് കരിഞ്ഞിക്കണമെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് തന്നതായിരുന്നു. പിന്നെ ഇതാ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, മുളകും കൊണ്ടാട്ടുണ്ട്, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, പിന്നെ ഇത് പയറും കൊണ്ടാട്ടം കേട്ടോ. നിങ്ങളൊക്കെ പയറും കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് അടപ്പായസവും. എൻ്റെ ഉമ്മ അടപ്പായസം കണ്ടാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും കണ്ടു കാണൂല, അത്രയ്ക്ക് ജീവനാട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും സോമി ചേച്ചിനോട് പറയലുണ്ട്, എന്താ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും നിങ്ങൾ ആൾക്കാരുണ്ടാക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം എന്നോട് എപ്പോഴും ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് വിളിക്കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞയക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ പോകാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇതാ എനിക്ക് അത്യാവശ്യമായില്ല. അപ്പുറം എൻ്റെ പൂതി മാറോളം കുടിക്കാനുള്ളതുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം എൻ്റെ പൂതി തീരോളം അങ്ങോട്ട് കുടിച്ചിട്ടോ. വീട്ടിൽ മറ്റവർക്കൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല അടപ്പായസം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കല്യാണത്തിന് കിട്ടുന്ന അതേ ആ ഒരു ടേസ്റ്റും ആ ഒരു കളറും. അപ്പോൾ താങ്ക്സ് സോമി ചേച്ചി, എൻ്റെ പായസത്തിൻ്റെ ആ വെറി അങ്ങോട്ട് തീർന്നു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വീട്ടിൽ തന്നെ ആട്ടിയതായിരുന്നു, തേങ്ങട്ട് ആട്ടിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. വെളിച്ചെണ്ണ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ, കടയിൽ നിന്ന് വാങ്ങണ പോലെ അല്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ ഒരു കുപ്പിയും തരണിട്ട് കാണലുണ്ട്. കുറച്ച് തന്നപ്പോൾ സോമി ചേച്ചിക്ക് ആകെ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊന്നും ഞങ്ങൾ അങ്ങനെ കൊടുക്കലില്ല. കൊടുക്കുമ്പോൾ 1 ലിറ്ററെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, മൂസിന. അപ്പോൾ ഓൾക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പിറ്റേ ദിവസം എവിടെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടീനെ കൊണ്ട് മൈലാഞ്ചി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പൊന്നൂനാണെങ്കിലോ ഏതെങ്കിലും മോഡൽ കാണിച്ചു കൊടുത്തവൾ അതുപോലെ വരച്ച് തരും കേട്ടോ. പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ ഇടാൻ പറയുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു തപ്പലാണ്. അപ്പോൾ അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ മാങ്ങ ഇങ്ങനെ വെറുതെ ഉപ്പിട്ടിട്ട് കുക്കറിൽ പുഴുങ്ങി വെക്കൂലേ, അതായത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ മാങ്ങ കിട്ടിയപ്പോൾ ഇങ്ങനെ കുറേ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു എന്ന് സോമി ചേച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് പോന്നപ്പം കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതും കുറച്ചിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് വെച്ചതും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമായത്. അതാണ് ഞാനെപ്പോഴും കൂട്ടത്തിൽ ചേരൂലല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടം പറയുന്നത് കേട്ടിട്ട് കുറച്ച് എടുത്തിട്ട് കണ്ടോ, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ്. ഫുൾ ഐസും കട്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മോൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടിട്ട് അവന് ഞങ്ങളെ കടയിൽ ഏൽപ്പിച്ച് വയ്ക്കായിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ ചായക്കട അവിടെ ആനമങ്ങാട് ടൗണിൽ തന്നെയാണ്. അപ്പോൾ സുഖമാണ്, ഇങ്ങനെ കൊറിയറൊക്കെ വരുമ്പോഴും എന്തെങ്കിലും ഏൽപ്പിക്കണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അവിടെ കടയിൽ ഏൽപ്പിക്കാൻ പറയലാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലുള്ള ചക്കകളൊക്കെ പല പ്ലാവുമൊന്നും ആയിട്ടുള്ള ചക്കകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൂത്താപ്പാൻ്റെ വീട്ടിലത്തെയും ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് പല ഐറ്റങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സൗമ്യ ചേച്ചിക്ക് കൊടുത്തയക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയൽവക്കത്ത് കൂടെയൊക്കെ കുറച്ച് കൊടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങളെ ചക്ക ഇടുന്ന ആൾ, ഞങ്ങളെ എളാപ്പയാണ് കേട്ടോ, അമ്മൂച്ചാക്കാൻ്റെ അനിയനാണ്. അങ്ങനെ ചക്കയൊക്കെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചക്കപ്പൊരി റെഡി. ചക്കപ്പൊരിയൊക്കെ റെഡിയാക്കി എല്ലാ പല ഐറ്റങ്ങളുമായിട്ടും കൊടുത്തയച്ച ചക്കകളൊക്കെ വേർതിരിച്ച്
വേറെ വേറെ ആയിട്ട് ഇതാ കരിഞ്ഞത് വരെ കരിഞ്ഞിൻ്റെ ടേസ്റ്റും കൂടി ഈ അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ വേറെ പാക്കറ്റിലാക്കിയിട്ട് അങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. കണ്ടോ, ഓരോന്നും ഓരോ ഐറ്റത്തിലുള്ളതാണ് കേട്ടോ, വേറെ വേറെ ചക്കയാണ്. പിന്നെ അതേപോലെ തന്നെ ചക്കൻ്റെ നമ്മളിങ്ങനെ ചെത്തി കളയുമല്ലോ, അതിൻ്റെ മൂക്ക് ഭാഗം എന്ന് പറയില്ല, ആ ഒരു ഭാഗം തലപ്പ്, അതാണ് കേട്ടോ ഇത്. തലപ്പും ബാക്കൊക്കെ ആയിട്ട് അതും കൊണ്ട് വേറെ ഒരു ഐറ്റം ഉണ്ടാക്കിയതാട്ടോ. ഇത് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമായി. എനിക്ക് പൊതുവേ ചക്കപ്പൊരി ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കും തന്നെ. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ ചക്കപ്പൊരി. എന്തായാലും മുനിക്കാക്കൂന് കിട്ടി. മുനിക്കാക്കൂന് സാധാരണ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുമ്പോൾ മുനിക്കാക്കും ഇവിടെ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ചക്കപ്പൊരിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് തന്നെ പോയത് കേട്ടോ. പിന്നെ ഇതാ നെയ്യപ്പം. അപ്പോൾ നെയ്യപ്പമാണോ ചോദിച്ചപ്പോൾ ഞാൻ 2 മതി, ഇവിടെ ആരും കഴിക്കൂല പറഞ്ഞാൽ ഇവിടെ എത്ര കൊടുന്നപ്പോൾ പിന്നെ ആർക്കും തികഞ്ഞതില്ല. പിന്നെ ഇതാ കുറച്ചും കൂടെ എണ്ണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കുറച്ച് തന്നപ്പോൾ സോമചേച്ചിക്ക് ഒരു ഇടങ്ങേറായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ വീട്ടിൽ എണ്ണ ഉണ്ട്, ഞങ്ങളും ഇങ്ങനെ തേങ്ങ കിട്ടുമ്പോൾ ആട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാക്ക് കൊടുത്തലാന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ എൻ്റെ ഉമ്മയും സോമ ചേച്ചിയും ഭയങ്കര കമ്പനിയാട്ടോ. ഒരു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലുണ്ട്. ഉമ്മാക്ക് സോമ ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ്, തിരിച്ച് സോമ ചേച്ചിക്കും തന്നെ. പിന്നെ അതല്ല വിറ്റ് അന്നത്തെ ദിവസം തന്നെ ഇതാ ഇവിടുത്തെ ഉമ്മ, അതായത് അമ്മായിമ്മൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയപ്പം അവിടുന്ന് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ കാട്ടിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് തേങ്ങയൊക്കെ കേട്ടോ. തേങ്ങയൊക്കെ റബ്ബേ ഒരു കാലത്ത് ഞങ്ങളോട് ഇഷ്ടം പോലെ 4 വഴിക്കും കിടക്കുകയായിരുന്നു. എല്ലാവർക്കും ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ തേങ്ങക്ക് ഭയങ്കര പഞ്ചായി. അന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ പാടത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ ഇപ്പം ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടില്ല കേട്ടോ തേങ്ങൻ്റെ ആവശ്യത്തിന്. അപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിലെത്തും കേട്ടോ. അമ്മായി എല്ലാതും കൊടുത്തയക്കും. പിന്നെ ഇതാ ചക്കപ്പൊരിയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഓരോ ഡപ്പയിലാക്കി വെച്ചിരുന്നു. അന്ന് ഇതിങ്ങനെ ആക്കി വെച്ച ദിവസമാണ് കേട്ടോ എനിക്കൊരു മരിപ്പുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയി വന്നപ്പോഴത്തേക്കും എൻ്റെ സോനും ഒക്കെ അങ്ങോട്ട് പകുതിയിലേറെ അങ്ങോട്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ, അവർ ആ രസത്തിൽ അങ്ങനെ തിന്ന് കഴിച്ചു. പിന്നെ ഞാൻ അയലോക്കത്തൊക്കെ കുറച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ചക്ക ഇടുന്ന സമയത്ത് അവരൊക്കെ കണ്ടതായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പം. അപ്പം ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, അതിനൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതാ ബാക്കിയുള്ള ചക്ക ഇങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ പുളിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പച്ച അല്ലേനും എന്നാൽ പഴുത്തിട്ടില്ലേനും ആ ഒരു ഐറ്റത്തിലാവുമല്ലോ. അങ്ങനെ അതൊക്കെ പറിച്ച് ഞാൻ ചെറിയ ചുളകളായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ച് ഞാനിങ്ങനെ 2 പാത്രത്തിലാക്കിയും, ഒന്ന് മുൻകാക്കൂനുള്ളത് ഫ്രീസർക്ക് വെക്കാൻ വേണ്ടിയിട്ടും മറ്റേത് പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ പുളിപ്പായ ചക്ക. അപ്പോൾ ചക്കൻ്റെ ചുളനേക്കാട്ടിലും വലിപ്പം അതിൻ്റെ കുരുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അതായത് ഇത് 2-3 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് അങ്ങനെ ഇട്ടതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.